എല്ലാവർക്കും ടെക് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മെഷീൻ ഡ്രോയിങ് ആണ്. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലെ ഫിറ്റ്സ് ആൻഡ് ടോളറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ ന്യൂമറിക്കൽ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ചധികം സമയം കഴിഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലാസ് ഒന്ന് നിർത്തിയതാണ്. അപ്പോൾ ആ ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്. അതായത് ഫിറ്റ്സ് ആൻഡ് ടോളറൻസിലെ ആ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. സോ നമുക്ക് ഒരു ക്ലാസ് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബേസിക് ടേംസ് പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ജസ്റ്റ് ഞാൻ ഒന്ന് ഓവറോൾ ഒരു ഐഡിയക്ക് അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യേണ്ട ജസ്റ്റ് കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. അതായത് അതിൽ വരുന്നത് പ്രധാനമായിട്ടും ബേസിക് സൈസ്, പിന്നെ ആക്ച്വൽ സൈസ്, പിന്നെ അപ്പർ ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ലിമിറ്റ്, ലോവർ ലിമിറ്റ് അല്ലെങ്കിൽ മിനിമം ലിമിറ്റ്, പിന്നെ ടോളറൻസ്. നമ്മൾ ഇത്രയും കാര്യങ്ങളായിരിക്കും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതുപോലെ നമ്മൾ മാക്സിമം ക്ലിയറൻസിനെ കുറിച്ചും അതുപോലെ മിനിമം ക്ലിയറൻസിനെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നമുക്കിന്ന് ഒരു പ്രോബ്ലം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലിയറൻസ് ഫിറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഇൻ്റർഫിയറൻസ് ഫിറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഹോള് അല്ലേ, ഇത് ഹോളാണ്. വലിയ ഹോളും എന്നാൽ ചെറിയ ഷാഫ്റ്റും, വലിയ ഹോളും ചെറിയ ഷാഫ്റ്റുമാണെങ്കിൽ അത് ഏത് ഫിറ്റാണ്? അത് ക്ലിയറൻസ് ഫിറ്റാണ് അല്ലേ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അതിൻ്റെ പേര് ക്ലിയറൻസ് ഫിറ്റ്. ഓക്കെ, അത് ക്ലിയറൻസ് ഫിറ്റാണ്. ഇനി നേരെ തിരിച്ച് വരുന്ന കേസ്, അതായത് ചെറിയ ഹോളും അതുപോലെ തന്നെ വലിയ ഷാഫ്റ്റും. അപ്പോൾ ഇത് ഹോള്, ഇനി വലിയ ഷാഫ്റ്റ്. അപ്പോൾ ഇത് ഷാഫ്റ്റ്, ഇത് ഹോള്. സോ ചെറിയ ഹോളും വലിയ ഷാഫ്റ്റുമാവുമ്പോൾ അവിടെ നമ്മുടെ ഫിറ്റിൻ്റെ പേര് ഇൻ്റർഫിയറൻസ് ഫിറ്റാണ്. മനസ്സിലായോ? ഇൻ്റർഫിയറൻസ് ഫിറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ രണ്ട് കാര്യങ്ങൾ നല്ല ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കണം. എന്താണ് ഫിറ്റ്, അതുപോലെ തന്നെ അതിൽ ക്ലിയറൻസ് ഫിറ്റ് എന്താണെന്നും ഇൻ്റർഫിയറൻസ് ഫിറ്റ് എന്താണെന്നും കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഇനി അതുപോലെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടി ഓർത്ത് വെക്കാനുണ്ട്. സിസ്റ്റം ഓഫ് ഫിറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, സിസ്റ്റം ഓഫ് ഫിറ്റ്സ് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള സിസ്റ്റത്തിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാണ്ടായിരിക്കുക. ഒന്ന് ഹോൾ ബേസിസ് സിസ്റ്റം, രണ്ടാമത്തത് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹോൾ ബേസിസ് സിസ്റ്റത്തിലും അതുപോലെ തന്നെ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റത്തിലും നമ്മൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് പ്രോബ്ലം, ഇനി ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്, നമ്മൾ മിനിമം ലിമിറ്റിനെ കുറിച്ചും മാക്സിമം ലിമിറ്റിനെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ. നമുക്കറിയാം, നമ്മളൊരു പ്രൊഡക്ഷൻ്റെ സമയത്ത് അല്ലെ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മുടെ ഒരു നെട്ടോ ബോൾട്ടോ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു ഇൻ്റർചേഞ്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ മെക്കാനിക്കൽ പാർട്സ് ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒരു വേരിയേഷൻ കൊടുക്കും. സൈസിൽ നമ്മൾ വേരിയേഷൻ കൊടുക്കും. നമ്മൾ ആ വേരിയേഷൻ നമ്മൾ അപ്പർ വേരിയേഷനും അതുപോലെ ലോവർ വേരിയേഷനും കൊടുക്കുന്നുണ്ടായിരിക്കും. അതായത് അപ്പർ ലിമിറ്റും അഥവാ മാക്സിമം ലിമിറ്റും ലോവർ ലിമിറ്റും അഥവാ മിനിമം ലിമിറ്റും നമ്മൾ കൊടുക്കും. കാരണം ആ ലോവർ ലിമിറ്റിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു അപ്പർ ലിമിറ്റിൻ്റെയും ഇടയ്ക്ക് നമ്മുടെ ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഡയമെൻഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുന്നതിന് കാരണം എന്താ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, അത് ഇൻ്റർചേഞ്ചബിലിറ്റി അല്ലേ. അതായത് നമുക്ക് പരസ്പരം ഏത് നെറ്റ് ആൻഡ് ബോൾട്ടും ഒരു സൈസ് പറഞ്ഞാൽ നമ്മുടെ ഏത് കമ്പനിയുടേതായാലും ആരുണ്ടാക്കിയതായാലും ഏത് മെഷീൻ ഉപയോഗിച്ച് ഉണ്ടാക്കിയതായാലും പരസ്പരം സ്യൂട്ടബിൾ ആയിരിക്കണം അല്ലേ, ഒന്ന് സ്യൂട്ട് ആവണം. അതുകൊണ്ട് എന്തായിരിക്കും, അങ്ങനെ എപ്പോഴും ഒരു വേരിയേഷൻ അവിടെ അലോ ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഫിറ്റ്സ് ആൻഡ് ടോളറൻസിനെ കുറിച്ച് നമുക്ക് ബേസിക് ആയി നമ്മൾ പഠിച്ചു വെക്കുന്നത്. ഇനി ഇവിടെ പറയുന്നത് സിസ്റ്റം ഓഫ് ഫിറ്റ്സ് ആണ് അല്ലേ. സിസ്റ്റം ഓഫ് ഫിറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഹോൾ ബേസിസ് സിസ്റ്റം പറയുന്നുണ്ട്. അതായത് ഹോൾ ബേസിസ് സിസ്റ്റം ആകുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം, നമ്മുടെ ഹോളിൻ്റെ മിനിമം ലിമിറ്റ് ഉണ്ടല്ലോ അല്ലേ, ഹോളിൻ്റെ മിനിമം ലിമിറ്റ് അതുപോലെ നമ്മൾ മാക്സിമം ലിമിറ്റും കൊടുക്കും. അപ്പോൾ നമ്മൾ ഹോളിൻ്റെ മിനിമം ലിമിറ്റ് എന്ത് ചെയ്യും, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു
ഡിസൈൻ ചെയ്യാൻ പോകുന്ന സൈസ് ഉണ്ടായിരിക്കും അല്ലേ. ഡിസൈൻ്റെ സൈസ് നമ്മളതിന് പറയാം ബേസിക് സൈസ് എന്നാണ് അല്ലേ. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സൈസ് ബേസിക് സൈസാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹോളിൻ്റെ മിനിമം ലിമിറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഹോളിൻ്റെ മിനിമം ലിമിറ്റ് നമ്മുടെ ബേസിക് സൈസിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹോളിൻ്റെ ബേസിക് സൈസും ഹോളിൻ്റെ മിനിമം ലിമിറ്റും എന്തായിരിക്കും? രണ്ടും സെയിം ആയിരിക്കും. മനസ്സിലായോ? സിസ്റ്റം ഓഫ് ഫിറ്റ്സിൽ 2 സിസ്റ്റംസ് വരുന്നുണ്ട്. ഹോൾ ബേസ് സിസ്റ്റവും വരുന്നുണ്ട്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റവും വരുന്നുണ്ട്. അപ്പോൾ ഹോൾ ബേസ് സിസ്റ്റത്തിൽ എന്തായിരിക്കും? ഹോളിൻ്റെ മിനിമം ലിമിറ്റ് അവിടെ ബേസിക് സൈസ് ആയിരിക്കും. അതിനർത്ഥം നമ്മൾ ഹോൾ ബേസ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ എന്തായിരിക്കും? അവിടെ ഹോളിൻ്റെ ബേസിക് സൈസ് ആയിരിക്കും മിനിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ. നമ്മൾ എങ്ങോട്ടാണ് വേരിയേഷൻ കൊടുക്കുന്നത്? നമ്മൾ അപ്പർ വേരിയേഷൻ, നമ്മൾ മേലോട്ടുള്ള സൈസിലാണ് വേരിയേഷൻ കൊടുക്കുന്നത്. ബേസിക് സൈസിനേക്കാളും മേലോട്ടുള്ള സൈസിലായിരിക്കും നമ്മൾ വേരിയേഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും. പറഞ്ഞു മനസ്സിലായോ? ഇനി നേരെ നമ്മുടെ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ആണെങ്കിൽ, ഓക്കെ, അടുത്ത നമുക്ക് ഷാഫ്റ്റ് ബേസ് സിസ്റ്റമാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ നമ്മുടെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റ് ഉണ്ടാവുമല്ലോ. ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റ് നമ്മൾ എന്തിന് ഈക്വലാക്കി പറയും എടുക്കും? ബേസിക് സൈസിന് ഈക്വലായിട്ട് എടുക്കും. ഓക്കെ, ഷാഫ്റ്റിൻ്റെ മാക്സിമം സൈസ് അഥവാ അപ്പർ ലിമിറ്റ് അഥവാ മാക്സിമം ലിമിറ്റാണ് ബേസിക് സൈസിന് ഈക്വൽ. ഏത് സിസ്റ്റം ആകുമ്പോൾ? നമ്മുടെ ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ആകുമ്പോൾ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റാണ് ബേസിക് സൈസിന് ഈക്വൽ. ഹോൾ ബേസ് സിസ്റ്റം ആകുമ്പോൾ ഹോളിൻ്റെ മിനിമം ലിമിറ്റാണ് ബേസിക് സൈസിന് ഈക്വൽ. നിങ്ങൾക്ക് ഈ ഒരു കാര്യം പഠിച്ചു വെച്ചാൽ ഇനി നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് 2 കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്താണ് ഫിറ്റെന്നും നമുക്കറിയണം, അല്ലെങ്കിൽ 2 ടൈപ്പ് ഫിറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്ലിയറൻസ് ഫിറ്റും ഉണ്ട്, ഇൻ്റർഫിയറൻസ് ഫിറ്റും ഉണ്ട്. അപ്പോൾ ആ രണ്ടിൻ്റെ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് അറിയണം. അതേപോലെ 2 സിസ്റ്റം പറഞ്ഞു, ഹോൾ ബേസ് സിസ്റ്റം ഉണ്ട്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം ഉണ്ട്. ഇത്രയും കാര്യം നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഇനി പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ നവംബർ 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൂടിപ്പോയ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനായിട്ട് മാക്സിമം ഈ പറഞ്ഞ ഒരു 15 മിനിറ്റിൻ്റെ പോലും ആവശ്യം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സോട് കൂടി ഈ ഒരു ടോപ്പിക്ക് തറോ ആയിരിക്കും. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതേപോലെ ഒരു പ്രോബ്ലം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കണം. അതിൽ ആദ്യത്തെ കാര്യമാണ് ക്വസ്റ്റ്യൻ വായിച്ച് ഒരുപക്ഷെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് ഫിറ്റാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ ഫിറ്റ്. എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ വായിച്ച പ്രകാരം ഏത് ഫിറ്റാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഐഡൻറ്റിഫൈ ദ ഫിറ്റ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈ ദ സിസ്റ്റം. സിസ്റ്റവും അതുപോലെ തന്നെ ഫിറ്റും ഐഡൻറ്റിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ എങ്ങനെയാണ് സിസ്റ്റവും ഫിറ്റും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം? ചില കേസിലൊക്കെ ക്വസ്റ്റ്യനിൽ സെൻറ്റൻസ് വൈസ് ആയിട്ട് പറഞ്ഞിട്ടായിരിക്കും ഇന്ന ഫിറ്റാണ്, ഒന്നുകിൽ ക്ലിയറൻസ് ഫിറ്റാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻ്റർഫിയറൻസ് ഫിറ്റാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഹോൾ ബേസ് സിസ്റ്റമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഷാഫ്റ്റ് ബേസ് സിസ്റ്റമാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കത് വായിച്ച് നോക്കിയാൽ നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി അഥവാ ചില കേസിൽ എന്തായിരിക്കും, നമുക്ക് ഫിറ്റിനെ മനസ്സിലാക്കാനായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ നമ്മുടെ ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും സൈസ് മാത്രം തന്നിട്ടുണ്ടായിരിക്കും. മിക്കവാറും കേസിലൊക്കെ സിസ്റ്റം ഏതാണെന്ന് പറയാറുണ്ട്. നമുക്ക് ഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനായിരിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരിക. അതായത് ചില ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ഫിറ്റ് ഏതാണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും, ചില ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ഫിറ്റ് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പകരം ഇതേപോലെ നമ്മുടെ ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ഡയമെൻഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടായിരിക്കാം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടായിരിക്കാം. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഫിറ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. അത് ചെയ്യേണ്ട കാര്യം ഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, രണ്ടാമത്തെ കാര്യം സിസ്റ്റം ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. അക്കോർഡിംഗ് ടു ദ ബേസിക് ഹോൾ സിസ്റ്റം. കണ്ടോ, നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താ പറയുന്നത്? നമുക്ക് സിസ്റ്റം ഏതാണ് മനസ്സിലായി അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഹോൾ ബേസിസ് സിസ്റ്റം എന്നാണ് പറഞ്ഞത്. അതേപോലെ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ
ബേസിക് ഹോൾ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ബേസിക് ഹോൾ സിസ്റ്റവും ഹോൾ ബേസിസ് സിസ്റ്റവും രണ്ടും സെയിം ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അല്ലെങ്കിൽ ബേസിക് ഷാഫ്റ്റ് സിസ്റ്റവും ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റവും എന്താണ്, രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ സെൻറ്റൻസ് ഫസ്റ്റ് തന്നെ വായിക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ബേസിക് ഹോൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഏതാണ്? ഹോൾ ബേസിസ് സിസ്റ്റമാണ് അല്ലേ? ഹോൾ ബേസിസ് സിസ്റ്റമാണ്. ഇനി ക്വസ്റ്റ്യൻ്റെ ബാക്കി നോക്കാം. ദ ഡയമെൻഷൻസ് ഓഫ് എ ഹോൾ ആൻഡ് ഇറ്റ്സ് മേറ്റിംഗ് ഷാഫ്റ്റ് ആർ ഗിവൺ ബിലോ. അപ്പോൾ ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ഡയമെൻഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഹോളിൻ്റെ ഡയമെൻഷനും ഷാഫ്റ്റിൻ്റെ ഡയമെൻഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഷാഫ്റ്റ് ടോളറൻസസ്. നമ്മൾ എന്ത് ചെയ്യണം? ഷാഫ്റ്റിൻ്റെ ടോളറൻസുകൾ ഫൈൻഡ് ചെയ്യണം. ഹോൾ ടോളറൻസസ്, ഹോളിൻ്റെ ടോളറൻസുകൾ ഫൈൻഡ് ചെയ്യണം. ആൻഡ് ക്ലിയറൻസുകൾ ഫൈൻഡ് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ചെക്ക് ദ കാൽക്കുലേറ്റഡ് ഡയമെൻഷൻസ്. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയുള്ള ഡയമെൻഷൻസ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം, അത് ക്രോസ് വെരിഫൈ ചെയ്യണം. അതുപോലെ ലാസ്റ്റ് സ്റ്റെപ്പിൽ റെപ്രസെൻറ്റ് ദ സെയിം ഓൺ എ സ്കിമാറ്റിക് ഡ്രോയിങ്. എന്താണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ ഒരു ഡ്രോയിങ്ങിൽ, സ്കിമാറ്റിക് ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്കിവിടെ നമ്മൾ മുന്നേ ബേസിക് ടേംസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക് സൈസ് നമുക്ക് എന്താണെന്നറിയാം, ആക്ച്വൽ സൈസ് എന്താണെന്നറിയാം, പിന്നെ ലോവർ ലിമിറ്റ് എന്താണെന്നറിയാം, അപ്പർ ലിമിറ്റ് എന്താണെന്നറിയാം, പിന്നെ ക്ലിയറൻസ് ഫിറ്റ് എന്താണെന്നറിയാം, അതുപോലെ തന്നെ ഇൻ്റർഫിയറൻസ് ഫിറ്റ് എന്താണെന്നറിയാം, ഹോൾ ബേസ് സിസ്റ്റം എന്താണെന്നറിയാം, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം എന്താണെന്നറിയാം, മിനിമം ക്ലിയറൻസ് എന്താണെന്നറിയാം, മാക്സിമം ക്ലിയറൻസ് എന്താണെന്നറിയാം, ടോളറൻസ് എന്താണെന്നറിയാം. അല്ലെ, ടോളറൻസ് ഹോളിനും ഉണ്ടായിരിക്കും ഷാഫ്റ്റിനും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എന്താണ്, വലിയ കാര്യങ്ങളൊന്നുമല്ല, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പല എക്സാമ്പിൾസും വെച്ച് അവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് എന്ത് മനസ്സിലായിട്ടുണ്ട്? ഇവിടെ നമുക്ക് സിസ്റ്റം ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണം? ഫിറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ ഒരു തരത്തിലും എവിടെയും ഫിറ്റ് ഏതാണെന്നുള്ള കാര്യം പ്രത്യേകം പറഞ്ഞിട്ടില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ഈ ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും സൈസുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫിറ്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലിയ ഹോളും ചെറിയ ഷാഫ്റ്റും ആകുമ്പോൾ ക്ലിയറൻസ് ഫിറ്റാണ് അല്ലേ? ചെറിയ ഹോളും വലിയ ഷാഫ്റ്റും ആകുമ്പോൾ ഇൻ്റർഫിയറൻസ് ഫിറ്റാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും ഒക്കെ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കട്ടോ, ഇവിടെ 27.500 27.575 തന്നിട്ടുണ്ട്. ഈ രണ്ട് നമ്പറിൽ ഏത് നമ്പറാണ് വലുതെന്ന് ഇപ്പോൾ ആർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കില്ല. അത് 27.575 ആണ്. അതിൽ യാതൊരു കൺഫ്യൂഷനില്ല, കാരണം നമുക്ക് നമ്പർ നോക്കി പറയാൻ പറ്റും. അതിൻ്റെ അർത്ഥം ഈ കാണുന്ന വാല്യൂ നമ്മുടെ ഹോളിൻ്റെ എന്താണ്? ഹോളിൻ്റെ ഏത് ലിമിറ്റാണ്? പലർക്കും അതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഏതാണ് അല്ലേ? മാക്സിമം ലിമിറ്റാണ്. ഹോളിൻ്റെ മാക്സിമം ലിമിറ്റാണ് നമ്മുടെ 27.575 എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഈ നമ്പർ 27.500 എന്ന് പറഞ്ഞാൽ? ഇത് ഹോളിൻ്റെ മിനിമം ലിമിറ്റായിരിക്കും അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അതേപോലെ തന്നെ ഷാഫ്റ്റിൻ്റെ അല്ലേ, ഷാഫ്റ്റ് തന്നിരിക്കുന്നത് 27.470 തന്നിട്ടുണ്ട്, 27.445 തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഇത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ ഇതിൽ വലിയ വാല്യൂ നമുക്ക് പറയാൻ പ്രത്യേകിച്ച് യാതൊരു കൺഫ്യൂഷൻസും ഇല്ല. 27.470 ആണ് വലിയ വാല്യൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റാണ് ഏത്? 27.470 എന്ന് പറയുന്നത്. അതേപോലെ 27.445 എന്തായിരിക്കും? ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഇല്ലല്ലോ. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കും, മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും. ഇനി എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് ഹോളാണോ ഷാഫ്റ്റാണോ നമുക്ക് വലുത് മനസ്സിലാക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഹോളിൻ്റെ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 27.575 ആണ്. ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റ് എത്രയാണ്? 27.470 ആണ് അല്ലേ? അപ്പോൾ ഷാഫ്റ്റിൻ്റെ മാക്സിമം സൈസ് അത്ര വരെ പോവും. ഹോളിന് മാക്സിമം ലിമിറ്റ് 27.575 വരെ പോവും. ഇനി നമുക്ക് പറയാമല്ലോ ഏതാണ് വലുത് ഏതാണ് ചെറുതെന്നുള്ളത് അല്ലേ? ഏതാണ് വലുത്? നമ്മുടെ ഹോളാണ് വലുത്. കാരണം എന്താണ്? 27.575 ആണ് 27.470 വലുത്. സോ അവിടെ വലിയ കൺഫ്യൂഷൻസ് ഒന്നുമില്ല, ഹോളാണ് വലുത്, ഷാഫ്റ്റ് ചെറുതാണ് അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ ഫിറ്റിൻ്റെ പേര് പറഞ്ഞോളൂ. ഏതാണ് നമ്മുടെ ഫിറ്റ്? വലിയ ഹോളും ചെറിയ ഷാഫ്റ്റും. ഏതാണ് നമ്മുടെ ഫിറ്റ്? ക്ലിയറൻസ് ഫിറ്റാണ്
ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ പ്രത്യേകം ഫിറ്റിൻ്റെ പേര് തരാത്ത കേസിൽ നമ്മൾ ഫിറ്റ് ഏതാണെന്ന് കണ്ടെത്തേണ്ടത്. ഏതാണെന്ന് നമ്മൾ ഇങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായി. പരസ്പരം സൈസുകൾ തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുക. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ നിസാര കാര്യമാണ്. ഒരു 2ാം ക്ലാസ്സിലെ 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് ചെയ്യാൻ പറ്റിയ കാര്യത്തിൽ ഏതാണ് വലിയ നമ്പർ നോക്കിയിട്ട് വലിയ ഹോളാവോ ചെറിയ ഷാഫ്റ്റൊന്നും മനസ്സിലാക്കുക, ഫിറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. ഇവിടെ കൺഫ്യൂഷൻ വരുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ ഫിറ്റിൻ്റെ പേര് മാറിപ്പോകരുത്. വലിയ ഹോളും ചെറിയ ഷാഫ്റ്റ് ആണെങ്കിൽ ക്ലിയറൻസ് ഫിറ്റാണ്, നേരെ തിരിച്ചാണെങ്കിൽ ഇൻ്റർഫിയറൻസ് ഫിറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കിട്ടി. സ്റ്റെപ്പ് 1ൽ നമ്മൾ ക്ലിയറൻസ് ഫിറ്റ് എന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ബേസിക് ഹോൾ സിസ്റ്റം അഥവാ ഹോൾ ബേസ് സിസ്റ്റം ആണെന്ന് മനസ്സിലാക്കി. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. സ്റ്റെപ്പ് 3 നമ്മൾ ഫിറ്റും അതുപോലെ തന്നെ സിസ്റ്റവും മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യം, നമ്മൾ സ്കീമാറ്റിക് ഡ്രോയിങ് റെപ്രസെൻ്റ് ചെയ്യുക, ഡ്രോയിങ് വരയ്ക്കുക. ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ മഹാസംഭവമായിട്ട് വിചാരിക്കേണ്ട, ചെറിയൊരു ബോക്സ് പോലത്തെ സംഭവമാണ് വരയ്ക്കാനുള്ളത്. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സ്റ്റെപ്പ് 3 നിങ്ങൾ എഴുതി വെക്കുക. 3ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ഫിറ്റും മനസ്സിലാക്കി സിസ്റ്റവും മനസ്സിലാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യം, അടുത്ത സ്റ്റെപ്പിൽ ഡ്രോയിങ് ചെയ്യാം. ഇവിടെ ചെയ്യേണ്ട കാര്യം, നമ്മളിപ്പം ക്ലിയറൻസ് ഫിറ്റ് ആണല്ലോ, നമുക്കറിയാം വലിയ ഹോള് അല്ലേ, എന്ത് ചെയ്യാം, ചെറിയ ഷാഫ്റ്റ് കാണിക്കാം. പിന്നെ വലിയ ഹോള് ചെറിയ ഷാഫ്റ്റ്. അപ്പോൾ നമുക്കിവിടെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും ഉണ്ടാവും. അതേപോലെ തന്നെ ഹോളിൻ്റെയും മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും ഉണ്ടാവും അല്ലേ. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് ഇങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത്. അതായത് ഇവിടെ നമ്മളിങ്ങനെ ഹാച്ച് ചെയ്യും. അതുപോലെ നമ്മൾ ഷാഫ്റ്റിൻ്റെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഹാച്ച് ചെയ്യുക. അതായത് നമ്മുടെ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഷാഫ്റ്റാണ്, ചെറിയ ഷാഫ്റ്റാണ്. ഓറഞ്ച് കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഹോളാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഇതേപോലെ നമുക്ക് ഡയമെൻഷൻസ് അറിയാം. ഇത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റാണ്, ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റാണ്, ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റാണ്. ഇത് നമ്മുടെ ഹോളിൻ്റെ മിനിമം ലിമിറ്റാണ്, ഹോളിൻ്റെ മാക്സിമം ലിമിറ്റാണ്. ശരിക്കും നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. നമ്മൾ പകരം എന്ത് ചെയ്യും, നമുക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാനായിട്ട് നമ്മൾ ഇവിടെ ഞാൻ ഹാച്ച് ചെയ്ത് വരച്ചിരിക്കുന്ന ഭാഗം കണ്ടില്ലേ, നമ്മുടെ ഈ ഷാഫ്റ്റിൻ്റെ ഈ ഭാഗവും ഹോളിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, നമ്മൾ ആ 2 ഭാഗം മാത്രം മാറ്റി വരയ്ക്കും. ഇതൊന്നുമില്ല, ആ ജസ്റ്റ് ഹോളിൻ്റെ ആ ഹാച്ച് ചെയ്ത ഭാഗവും അതേപോലെ ഷാഫ്റ്റിൻ്റെ ഹാച്ച് ചെയ്ത ഭാഗം നമ്മളിങ്ങനെ മാറ്റി വരയ്ക്കും. എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് ഒന്ന് ഹാച്ച് ചെയ്യുക, അതേപോലെ നമ്മുടെ ഹോളിൻ്റെയും ജസ്റ്റ് ഒന്ന് ഹാച്ച് ചെയ്യുക. അത് ഈ കാണുന്ന ഈ 2 ഏരിയ മാത്രം മാറ്റി വരയ്ക്കും. അതാണ് നേരത്തെ പറഞ്ഞ ഡ്രോയിങ്, സ്റ്റെപ്പ് 3 പറഞ്ഞ ഡ്രോയിങ് വരയ്ക്കുക എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിവിടെ സ്കീമാറ്റിക് ഉണ്ടോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് റെപ്രസെൻ്റ് ദ സെയിം ഓൺ എ സ്കീമാറ്റിക് ഡ്രോയിങ്. സ്കീമാറ്റിക് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ ആ ഡ്രോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് ഹോളും ഇത് ഷാഫ്റ്റും വരച്ചു അല്ലേ. നമ്മൾ ഹാച്ച് ചെയ്ത് വെക്കുക, അതേപോലെ ഹോളിലും ഹാച്ച് ചെയ്യുക, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഹാച്ച് ചെയ്യുക, നമുക്ക് കൺഫ്യൂഷൻസും വരില്ല. അതേപോലെ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഇത് ഹോളാണെന്നും ഇത് താഴെയുള്ളത് ഷാഫ്റ്റാണെന്നും നോട്ട് ചെയ്യുക. അപ്പോൾ ആലോചിച്ച് നോക്കുക, ഇതിപ്പോൾ നമ്മുടെ ക്ലിയറൻസ് ഫിറ്റിൻ്റെ കേസിലാണ് മേലെ ഹോളും താഴെ എന്ത് ചെയ്യുന്നത് ഷാഫ്റ്റും വരുന്നത് അല്ലേ. ഇത് നമ്മുടെ ക്ലിയറൻസ് ഫിറ്റിൻ്റെ കേസിലാണ്. ഇനി നമ്മുടെ ഇൻ്റർഫിയറൻസ് ഫിറ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുക അല്ലേ, ഷാഫ്റ്റാണ് വലുത്, ഷാഫ്റ്റ് വലുതും ഹോള് ചെറുതുമാണ് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മുടെ ഹോളിൻ്റെ കാണിക്കുന്ന ആ മിനിമം ലിമിറ്റ് മാക്സിമം, അതായത് ടോളറൻസ് സോൺ എന്തായിരിക്കും, ഹോളിൻ്റെ താഴെ വരും അല്ലേ. ഇതാണ് ഹോള് വരുന്നത്, ഇത് ഹോള്, ഇത് ഷാഫ്റ്റ്. പറഞ്ഞ് മനസ്സിലായോ? ഇതിപ്പോൾ ക്ലിയറൻസ് ഫിറ്റിൻ്റെ കേസ് നമ്മളിപ്പോൾ ഇവിടെ കാണിച്ചു. ഇനി ഇൻ്റർഫിയറൻസ് ഫിറ്റ് ആകുമ്പോൾ എന്തായിരിക്കും, ഷാഫ്റ്റ് വലുതും ഹോള് ചെറുതുമാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഹോളായിട്ട് ഇത് ഷാഫ്റ്റായിട്ട് മാറും, ഇത് നിങ്ങൾ ഹോളായിട്ട് കാണിക്കണം. പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ, അത് ഷാഫ്റ്റും ഇത് ഹോളും ആവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സ്കിമാറ്റിക് ഡ്രോയിങ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാര്യമാണ് ചെയ്യേണ്ടത്. ഈ 2 റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഭാഗം വരയ്ക്കുക, പിന്നെ അതിൻ്റെ മേലെ ഹോളും ഷാഫ്റ്റും മാർക്ക് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ 3ാമത്തെ സ്റ്റെപ്പിൽ ആ ഡ്രോയിങ് വരച്ചു. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം ഏതാണ്, ഹോൾ ബേസിസ് അഥവാ ബേസിക് ഹോൾ സിസ്റ്റമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു
ബേസിക് ഹോൾ സിസ്റ്റത്തിൽ എന്താണ് ബേസിക് സൈസിന് ഈക്വൽ അല്ലേ? എന്താ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഹോളിൻ്റെ മിനിമം ലിമിറ്റാണ് എന്തിന് ഈക്വൽ? ബേസിക് സൈസിന് ഈക്വൽ. നിങ്ങളെന്ത് ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഡയമെൻഷൻ ലൈൻ വരയ്ക്കുക, ഇവിടെ എന്ത് എഴുതുക, ഇവിടെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് ബേസിക് സൈസ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, ബേസിക് സൈസിന്ന് ഡയമെൻഷൻ ലൈൻ വരച്ചിട്ട് എഴുതി വെക്കുക. അതുപോലെ ഇത് ഏത് ലിമിറ്റാണ്? നമ്മുടെ ഹോളിൻ്റെ മാക്സിമം ലിമിറ്റാണ്. അതുപോലെ ഇത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റാണ്. അതുപോലെ ഇത് നമ്മുടെ ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റാണ്. എന്ത് ചെയ്യണം, ആ തന്നിരിക്കുന്ന വാല്യൂസൊക്കെ കറസ്പോണ്ടിങ് ഭാഗത്ത് നോട്ട് ചെയ്യുക. അതായത് ഇവിടെ നമുക്ക് ഹോളിൻ്റെ മാക്സിമം ലിമിറ്റ് 27.50 ഹോളിൻ്റെ മിനിമം ലിമിറ്റ് 27.500. ഇപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ ഇവിടെ മിനിമം ലിമിറ്റ് അഥവാ ബേസിക് സൈസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതേ ഈക്വൽ ടു എന്ത് എഴുതാം, 27.500 എഴുതാം. നമ്മൾ ഹോളിൻ്റെ മാക്സിമം ലിമിറ്റ് 27.575 ആണ്. ഇവിടെ നമ്മൾ മാക്സിമം ലിമിറ്റ് എഴുതിയിട്ടുണ്ടായിരിക്കും, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കോമ ഇട്ടിട്ട് 27.575 എഴുതാം. അതേപോലെ എന്ത് ചെയ്യാം, ഷാഫ്റ്റിൻ്റെയും മിനിമം ലിമിറ്റിലും മാക്സിമം ലിമിറ്റിലും എന്ത് ചെയ്യാം, ഈ രണ്ട് വാല്യൂസ് റെപ്രസെൻ്റ് ചെയ്യാം. പറഞ്ഞ് മനസ്സിലായോ? അത് ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മൾ ഹോളിൻ്റെ ഭാഗം വരച്ചു, ഷാഫ്റ്റിൻ്റെ ഭാഗം വരച്ചു. നിങ്ങൾ വരയ്ക്കേണ്ടത് എങ്ങനെയാണ് കേട്ടോ, നിങ്ങൾ നീറ്റായിട്ട് സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. ഫിറ്റ് മനസ്സിലാക്കിയാൽ ചെയ്യേണ്ട കാര്യം ഇതേപോലെ ഇതിനകത്ത് ഫിറ്റ് മനസ്സിലാക്കുമ്പോൾ മേലെ ഹോള് വരും, താഴെ ഷാഫ്റ്റ് വരും. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഡയമെൻഷൻസ് ലൈനിൽ നിങ്ങൾ ഇത് ബേസിക് ഹോൾ സിസ്റ്റം ആയതുകൊണ്ട് ചെയ്യേണ്ട കാര്യം, ഹോളിൻ്റെ മിനിമം ലിമിറ്റിൽ എന്ത് ചെയ്യണം, ഈക്വൽ ടു ബേസിക് സൈസ് എന്ന് കാണിക്കണം. ഓക്കെ, നമ്മളിങ്ങനെയാണ് സ്കിമാറ്റിക് ഡ്രോയിങ് വരയ്ക്കേണ്ടത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാറാൻ ഞാൻ അത്ര നീറ്റായിട്ട് ഇവിടെ വരച്ച് കാണിക്കുന്നത്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ 15 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. മനസ്സിലായോ? ചെയ്യേണ്ട കാര്യം, നമ്മൾ പറഞ്ഞു ഹോളിൻ്റെ മിനിമം ലിമിറ്റാണ് ബേസിക് സൈസ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ബേസിക് സൈസ് അഥവാ മിനിമം ലിമിറ്റ് ഓഫ് ഹോളാണ്. നിങ്ങൾക്കറിയാം 27.500 ആണ്. അപ്പോൾ നിങ്ങളവിടെ 27.500 എഴുതി വെക്കുക. പിന്നെ ഹോളിൻ്റെ മാക്സിമം ലിമിറ്റ് നിങ്ങൾക്കിവിടെ മാക്സിമം, ഞാൻ ചുരുക്കി എഴുതാണ്, മാക്സിമം ലിമിറ്റ് മാത്രം എഴുതാം കേട്ടോ. മാക്സിമം ലിമിറ്റ് നമുക്ക് എത്രയാണ് കോമട്ട് എഴുതുക, 27.575 ആണ്. പിന്നെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റ്, ഇപ്പോൾ മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് എത്രയാണ്, 27.470 ആണോ, ആണെന്ന് തോന്നുന്നു, 27.470. പിന്നെ ഷാഫ്റ്റിൻ്റെ മിനിമം ലിമിറ്റ്, അപ്പോൾ ഇവിടെ മിൻ ജസ്റ്റ് ഷോർട്ടാക്കിയതാണ്, മിൻ ലിമിറ്റ് പറഞ്ഞാൽ മിനിമം ലിമിറ്റാണ് കേട്ടോ. എത്രയാണ്, 27.440 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്കിമാറ്റിക് ഡ്രോയിങ്ങിൽ ഡയമെൻഷൻസ് മാർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിറ്റർമിൻ ദ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഹോൾ ടോളറൻസ്, അതുപോലെ ഷാഫ്റ്റ് ടോളറൻസ്, ക്ലിയറൻസുകൾ അല്ലേ. അപ്പോൾ എന്താണ് ഹോൾ ടോളറൻസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? അതായത് ഇതാണ് ഹോളിൻ്റെ ടോളറൻസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഏറോ മാർക്ക് ഡയമെൻഷൻ കാണിച്ചാൽ മനസ്സിലായില്ലേ, ഇതാണ് നമ്മുടെ ഹോളിൻ്റെ ടോളറൻസ്. അതേപോലെ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് ഏതായിരിക്കും, ഇതാണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ് അല്ലേ. അതേപോലെ ക്ലിയറൻസുകൾ കാണണം, ഇതാണ് ഏത് ക്ലിയറൻസ്, മിനിമം ക്ലിയറൻസ് അല്ലേ. ഇനി ഏതാണ് മാക്സിമം ക്ലിയറൻസ് പറഞ്ഞാൽ, ഇതാണ് നമ്മുടെ മാക്സിമം ക്ലിയറൻസ്. പറഞ്ഞാൽ മനസ്സിലായോ? മിനിമം ക്ലിയറൻസും മാക്സിമം ക്ലിയറൻസും മനസ്സിലായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവിടെ എഴുതിയും കൂടി വെക്കണം. ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഇവിടെ മിനിമം ക്ലിയറൻസ് നിങ്ങൾ എഴുതി വെക്കുക. ഇതെന്ത് ചെയ്യാം, നിങ്ങളുടെ ബുക്കിൽ സ്ഥലം ഉണ്ടാവും, അവിടെ മാക്സിമം ക്ലിയറൻസും എഴുതി വെക്കുക.
പറഞ്ഞ് മനസ്സിലായല്ലോ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് വാല്യൂസ് കണ്ടെത്തണം. വളരെ എളുപ്പമാണ്. നമ്മൾ ഇന്നലെ ഒരു എക്സാമ്പിളൊക്കെ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഹോളിൻ്റെ ടോളറൻസ് നമ്മളെങ്ങനെ കാണാം? വളരെ എളുപ്പമല്ലേ. അതായത് ഈ ഡിസ്റ്റൻസാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. എന്ത് ചെയ്താൽ മതി കാണാനായിട്ട്? നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, 4 പേര് ഇവിടെ ഈ ഒരു സർഫസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. ഇവിടെ നിന്നുള്ള ഓരോരുത്തരെയും ഹൈറ്റാണ് കാണിച്ചിരിക്കുന്നത് വിചാരിക്കുക അല്ലേ. അതിൻ്റെ അർത്ഥം ഈ ഡിഫറൻസ് അഥവാ ടോളറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഹൈറ്റിൽ നിന്ന് ഈ ഹൈറ്റ് കുറച്ചാൽ പോരെ അല്ലേ. ഇവിടെ ഹൈറ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ നമ്മുടെ നിങ്ങൾ ഇക്വേഷൻ ആയിട്ട് എഴുതണം. എങ്ങനെ എഴുതുക ഇക്വേഷൻ? മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് ബേസിക് സൈസ് ഓഫ് ഹോൾ, അല്ലെങ്കിൽ മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ അല്ലേ. അതായത് ഇക്വേഷൻ വീണ്ടും പറയാം. അതായത് നമ്മൾ കാണാൻ പോകുന്നത് ഹോളിൻ്റെ ടോളറൻസ് ആണ്. അതായത് ഞാൻ പറയുന്ന പോലെ എഴുതിക്കോ. ടോളറൻസ് ഓൺ ഹോൾ, ടോളറൻസ് ഓൺ ഹോൾ ഈക്വൽ ടു, ഇതാണ് ടോളറൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ ഡിഫറൻസാണ് ഈ ഹോളിൻ്റെ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ഹോളിൻ്റെ ടോളറൻസ്. അതേപോലെ ഷാഫ്റ്റിൻ്റെ മാക്സിമം ലിമിറ്റും മിനിമം ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസാണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ്. നമുക്കെങ്ങനെ ഇക്വേഷൻ എഴുതാം? ഹോളിൻ്റെ ടോളറൻസ് കാണാനായിട്ട് നമ്മൾ പറഞ്ഞു ടോളറൻസ് ഓൺ ഹോൾ ഈക്വൽ ടു മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ. ഹോൾ എഴുതണം, ഇതിലെങ്ങനെ തെറ്റിപ്പോവും, നമ്മൾ വാല്യൂസ് എഴുതുമ്പോൾ തെറ്റിപ്പോവും. ഇങ്ങനെ എഴുതാം മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് എന്ത് ചെയ്യണം? ബേസിക് സൈസ് ഓഫ് ഹോൾ, അല്ലെങ്കിൽ എന്ത് എഴുതാം? മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ. രണ്ടും സെയിം ആണല്ലേ, ബേസിക് സൈസ് മിനിമം ലിമിറ്റ് സെയിം ആണ്. കാരണം ഇത് ഹോൾ ബേസിസ് സിസ്റ്റമാണ്. അപ്പോൾ എന്ത് ചെയ്യാം? എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ടോളറൻസ് ഓൺ ഹോൾ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കും. എത്രയാണ് വരിക? 27.575 മൈനസ് 27.500 ആണ്. എത്ര ആൻസർ കിട്ടുക? നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കുക 0.075 ആയിരിക്കും. നിങ്ങൾ താഴെ എഴുതുക ടോളറൻസ് ഓൺ ഹോൾ ഈക്വൽ ടു 0.075 അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മളിവിടെ സ്കീമാറ്റിക് ഡ്രോയിങ്ങിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും വേണം. ഇവിടെ എന്ത് ചെയ്യണം? നമ്മൾ ടോളറൻസ് ഓൺ ഹോൾ ഇവിടേക്ക് മാറ്റി എഴുതുക. ഈ ലൈനും ജസ്റ്റ് മേലോട്ട് നീട്ടി വരയ്ക്കുക, അല്ലെങ്കിൽ താഴോട്ട് ഇങ്ങനെ നീട്ടി വരച്ചാലും മതി. അതായത് ഈ ലൈൻ ഇങ്ങനെ ഒന്നുകിൽ പുറത്തേക്ക് നീട്ടി വരയ്ക്കുക, ഒന്നുകിൽ ഇങ്ങനെ പുറത്തേക്ക് വരച്ചിട്ട് ലൈൻ നീട്ടി വരയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ താഴേക്ക് ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരച്ചാലും മതി. അതിൻ്റെ മേലെ എന്ത് എഴുതാം? ടോളറൻസ് ഓൺ ഹോൾ ഈക്വൽ ടു കിട്ടിയ വാല്യൂ എഴുതി വെക്കുക, 0.075 എഴുതാം. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഷാഫ്റ്റിൻ ടോളറൻസ് കാണാം. ഇതാണ് നമ്മുടെ ഷാഫ്റ്റിൻ ടോളറൻസ്. ഇക്വേഷൻ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, നേരത്തെ പറഞ്ഞ പോലെ. നമുക്ക് ഈ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അതാണ് നമ്മുടെ ഷാഫ്റ്റിൻ ടോളറൻസ്. അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് അറിയാം, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഹൈറ്റ് അറിയാം. ഇത് കാണാൻ എന്ത് ചെയ്താൽ മതി? അവരെ ഡിഫറൻസ് എടുത്താൽ മതി അല്ലേ. അതായത് ഇക്വേഷൻ നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഞാൻ പറയാം. ടോളറൻസ് ഓൺ ഷാഫ്റ്റ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ്, മാറിപ്പോയത് ഹോളല്ല ഷാഫ്റ്റാണ്. മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് മൈനസ് മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടോളറൻസ് ഓൺ ഷാഫ്റ്റ് കിട്ടും അല്ല. അതിൻ്റെ അർത്ഥം 27.470 മൈനസ് 27.440 ഇത് ചെയ്താൽ നമുക്ക് ഷാഫ്റ്റിന് ടോളറൻസ് കിട്ടും. എത്ര കിട്ടുക? 0.030 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം ടോളറൻസ് ഓൺ ഷാഫ്റ്റ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ടോളറൻസ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് മിനിമം ക്ലിയറൻസും മാക്സിമം ക്ലിയറൻസും കാണണം. അതായത് നമ്മൾ പറഞ്ഞു ഇതാണ് നമ്മുടെ മാക്സിമം ക്ലിയറൻസ് അല്ലേ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും മാക്സിമം ലിമിറ്റ്, ഹോളിൻ്റെയും മാക്സിമം ലിമിറ്റും ഷാഫ്റ്റിൻ്റെയും മിനിമം ലിമിറ്റും തമ്മിലുള്ള ഈ ഡിഫറൻസാണ് നമ്മുടെ എന്ത് മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ ഡിഫറൻസാണ് മാക്സിമം ക്ലിയറൻസ്. ഇക്വേഷൻ എങ്ങനെ പറയാൻ പറ്റും? ആലോചിച്ച് നോക്കൂ. മാക്സിമം ലിമിറ്റ് ഓഫ് ഹോളാണ് മാറിപ്പോയത്. മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ആ പറഞ്ഞ മാക്സിമം ക്ലിയറൻസ് കിട്ടും. നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എഴുതുക മാക്സിമം ക്ലിയറൻസ് ഈക്വൽ ടു എന്തെഴുതണം? മാക്സിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റാണ് മാറിപ്പോയത്. മിനിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ്. നിങ്ങൾ ഈ ഫിഗർ വരച്ചിട്ട് അതിൻ്റെ ഒപ്പം എഴുതി പോയാലേ നിങ്ങൾക്ക് തെറ്റാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾ ഫിഗർ വരയ്ക്കാണ്ട് മനസ്സിൽ നിന്ന് എടുത്ത് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോവും. ഞാൻ
ചെയ്ത ഈ പ്രൊസീജിയർ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ അതേ പ്രൊസീജിയർ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റ് പറ്റില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും 27.575 മൈനസ് 27.440 ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും മാക്സിമം ക്ലിയറൻസ് എന്ന് പറയുന്നത്. അതായത് ഏകദേശം 0.135 ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കാം അല്ലേ. ഞാൻ എഴുതിയ വാല്യൂസിൻ്റെ ആൻസറാണ് പറയുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിൽ വാല്യൂസ് മാറിപ്പോയിട്ടോ അറിയില്ല. ഈ പറഞ്ഞ പ്രകാരമാണെങ്കിൽ 27.575 എന്ത് ചെയ്യാം, 27.440 കുറച്ചാൽ 0.130 ആയിരിക്കും മാക്സിമം ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അതേപോലെ നമുക്ക് മിനിമം ക്ലിയറൻസ് കാണണം അല്ലേ. ഇതാണ് നമ്മുടെ മിനിമം ക്ലിയറൻസ്. അതായത് ഈ വരുന്ന ഈ ക്ലിയറൻസ് ആണ് നമ്മുടെ മിനിമം ക്ലിയറൻസ്. ഈ ഗ്യാപ്പാണ് നമ്മുടെ മിനിമം ക്ലിയറൻസ്. അതായത് ഈ ലിമിറ്റും തമ്മിലുള്ള ഈ ഡിഫറൻസാണ് മിനിമം ക്ലിയറൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ സ്വന്തമായി ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും, മിനിമം ക്ലിയറൻസ് ഈക്വൽ ടു, അതായത് ഒന്നുകിൽ ബേസിക് സൈസ് ഓഫ് ഹോൾ അല്ലെങ്കിൽ മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ മൈനസ് എന്ത് ചെയ്താൽ മതി, മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ചെയ്താൽ മതി. എന്ത് കിട്ടും, മിനിമം ക്ലിയറൻസ് കിട്ടും. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ മിനിമം ക്ലിയറൻസ് ഈക്വൽ ടു മിനിമം ലിമിറ്റ് ഓഫ് ഹോൾ അഥവാ ബേസിക് സൈസ് ഓഫ് ഹോൾ മൈനസ് എന്ത് ചെയ്യുക, മാക്സിമം ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മിനിമം ക്ലിയറൻസ് കിട്ടും. അതിൻ്റെ വാല്യൂ എത്ര കിട്ടുക, നമ്മൾ വാല്യൂസ് ചെയ്യുമ്പോൾ 27.500 എന്ത് ചെയ്യണം, നമ്മുടെ 27.470 കുറയ്ക്കണം. അല്ലേ, ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് അതിന് ആൻസർ കിട്ടും. അപ്പോൾ വരുന്നത് 0.030 ആയിരിക്കും മിനിമം ക്ലിയറൻസ് അല്ലേ. 27.500 മൈനസ് 27.470 ചെയ്യുമ്പോൾ നമുക്ക് 0.030 ആയിരിക്കും മിനിമം ക്ലിയറൻസ് വന്നിട്ടുണ്ടായിരിക്കുക. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ നമുക്ക് മാക്സിമം ക്ലിയറൻസും കിട്ടി, മിനിമം ക്ലിയറൻസ് കിട്ടി. നിങ്ങൾ എന്ത് ചെയ്യണം, കിട്ടിയ വാല്യൂസ് എല്ലാം നിങ്ങളിവിടെ മിനിമം ക്ലിയറൻസ് എന്ത് ചെയ്യുക, ഒരു കോമ ഇട്ടിട്ട് എന്ത് ചെയ്യണം, അവിടെ മിനിമം ക്ലിയറൻസ് എത്രയാണ് വാല്യൂ കിട്ടുന്നത് 0.130 ആണെങ്കിൽ ആ വാല്യൂ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 0.030 ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അവിടെ ഇതേപോലെ കോമ ഇട്ടിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ ഏതെങ്കിലും വാല്യൂസ് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം വാല്യൂസ് തന്നെയാണോ എഴുതുന്ന സംശയമുണ്ട്. നമ്മൾ ബാക്കിലെ പേജിലേക്ക് പോയാൽ എത്രയും വരച്ച മൊത്തം ഡിലീറ്റ് ആയിപ്പോയതുകൊണ്ടാണ് ബാക്കോട്ട് പേജിലേക്ക് തിരിച്ച് പോകാത്തത്. അപ്പോൾ ഒന്ന് സഹകരിക്കുക. ഏതെങ്കിലും വാല്യൂസ് ഞാൻ പറഞ്ഞ് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് എഴുതുക. അല്ലെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും ഡിഫറൻസ് എടുത്തപ്പോഴൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് നോട്ട് ചെയ്യുക. കാരണം ഞാൻ ജസ്റ്റ് മനസ്സിൽ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ സ്പീഡിൽ പറഞ്ഞു പോകുമ്പോൾ എന്ത് ഞാൻ പെട്ടെന്ന് ക്ലാസ് തീർക്കാനുള്ളൊരു ഇതിലാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. കാരണം നിങ്ങൾക്കിപ്പോൾ ഒരു പുറമേ നിന്നൊരു വോയിസ് കേൾക്കുന്നുണ്ടായിരിക്കും. വോയിസ് മീൻസ് ഒരു മെഷീൻ പ്രവർത്തിക്കുന്നൊരു ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. അത് ഇനി കൂടുന്നതിന് മുന്നേ ഞാൻ ക്ലാസ് തീർക്കാനുള്ള പ്ലാനിലാണ് ജസ്റ്റ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ വാല്യൂസ് തമ്മിൽ കുറച്ചപ്പോഴോ ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് ഇപ്പോൾ എന്തൊക്കെ കിട്ടി, നമുക്കിപ്പം ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ മിനിമം ക്ലിയറൻസ് കിട്ടി, മാക്സിമം ക്ലിയറൻസ് കിട്ടി, ഷാഫ്റ്റിന് ടോളറൻസ് കിട്ടി, ഹോളിൻ്റെ ടോളറൻസും കിട്ടി. അപ്പോൾ നമുക്ക് ഇവിടെ 4 കാര്യങ്ങൾ കിട്ടി. നിങ്ങൾ ചെയ്യണം, ഈ ഫിഗർ ഇവിടെ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഈ ഫിഗർ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുണ്ട്, എക്സാമിൽ 15 മാർക്കിലെ ഒരു 3 മാർക്ക് നിങ്ങൾ ഈ ഫിഗർ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാനാണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ നിങ്ങൾ ഫിഗർ വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാതിരിക്കരുത്. കാരണം അതിന് 3 മാർക്ക് ഉള്ളതാണ്. അതുപോലെ തന്നെ ഫിഗർ വരച്ചാലേ നിങ്ങൾക്ക് തെറ്റിപ്പോവാണ്ട് ആൻസറിലേക്ക് എത്താനും സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി അവസാനം ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെക്ക് ദ കാൽക്കുലേറ്റഡ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് കിട്ടിയുള്ള ഡയമെൻഷൻസ് എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, കിട്ടി നമ്മൾ കണ്ടെത്തിയുള്ള ഡയമെൻഷൻ നമുക്ക് കൃത്യമാണോ നോക്കാനായിട്ട് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെ എഴുതാൽ മതി, ടോട്ടൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇക്വേഷൻ എഴുതാറോ, താഴെ എഴുതാം ചെക്ക് ദ കാൽക്കുലേറ്റഡ് ഡയമെൻഷൻസ് എന്ന് എഴുതാം താഴെ. അതിങ്ങനെ എഴുതാം, ടോട്ടൽ ടോളറൻസ് ഈക്വൽ ടു എന്താവണം, ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് ആവണം. പറയാൻ മനസ്സിലായത്? ടോട്ടൽ ടോളറൻസ് പറഞ്ഞാൽ എന്താണ് നോക്കുക, ഈ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് ഇതാ, ഈ സംഭവം ഈ ഡിഫറൻസ് പ്ലസ് ഈ ഹോളിൻ്റെ ഡിഫറൻസ്, അതായത് ടോളറൻസ് അല്ലേ. ടോട്ടൽ ടോളറൻസ് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സംഭവം രണ്ടും കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ ടോളറൻസ് കിട്ടും. അത് എന്തിന് ഈക്വൽ ആയിരിക്കണം, ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് അല്ലേ. അതായത് ഇത് മാക്സിമം ക്ലിയറൻസ് അല്ലേ, ഇത് കുറച്ചാൽ എന്ത് കിട്ടണം ആലോചിച്ച് നോക്കുക, ലോജിക്കൽ ആലോചിച്ച് നോക്കുക. ഇത് കുറച്ചാൽ എന്ത് കിട്ടണം, നമുക്ക് ഇതിൻ്റെയും സമ്മ് കിട്ടണം അല്ലേ. അപ്പോൾ അതാണ് ഇക്വേഷൻ പറയുന്നത്. ഇവിടെ എഴുതാട്ടോ, ഇനി ടോട്ടൽ ടോളറൻസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ക്ലിയറൻസ്. ക്ലിയറൻസിന് ഡിഫറൻസ് എടുക്കുക, അതായത് വലുതും ചെറുത് കുറയ്ക്കുക. വലിയ മാക്സിമം ക്ലിയറൻസ് മിനിമം ക്ലിയറൻസ്
കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിഫറൻസ് ഇൻ ക്ലിയറൻസ് കിട്ടും. അപ്പോൾ ടോട്ടൽ ടോളറൻസ് നിങ്ങൾക്ക് കിട്ടിയുള്ള ടോട്ടൽ ടോളറൻസ് കൂട്ടി നോക്കുക, ഡിഫറൻസും ക്ലിയറൻസും ചെയ്ത് നോക്കുക. രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇനിയും ഇതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് സ്വന്തമായിട്ടും ചെയ്ത് നോക്കുക. നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക, ഇതൊന്ന് ചെയ്ത് നോക്കുക, കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ നിങ്ങളുടെ മെഷീൻ ഡ്രോയിങ്ങിൻ്റെ ടെക്സ്റ്റ് ബുക്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, എല്ലാം വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനല്ല, ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ 15 മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, കഴിഞ്ഞ 3 വർഷത്തെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിറ്റ് മനസ്സിലാക്കുക, സിസ്റ്റം മനസ്സിലാക്കുക, സ്കിമാറ്റിക് ഡ്രോയിങ് വരയ്ക്കുക, തന്നിരിക്കുന്ന എല്ലാ ഡാറ്റാസും അതിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, എന്നിട്ട് സ്വന്തമായിട്ട് ഇക്വേഷൻ ഉണ്ടാക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനിലും പല പല വാല്യൂസ് ആയിരിക്കും തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കാൻ ഇവിടെ ടോളറൻസ് ആണ് നമുക്ക് തന്നുള്ളത്, പിന്നെ ക്ലിയറൻസ് തന്നിട്ടുണ്ട്, ബേസിക് സൈസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, അതനുസരിച്ച് നിങ്ങൾ ഫിഗറിൽ മാർക്ക് ചെയ്താൽ നമ്മൾ പഠിച്ചുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ 4 പേരുടെ ഹൈറ്റ് വെച്ച് പറഞ്ഞ ആ ഒരു ലോജിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു സർഫസിൽ കുറേ 4 പേര് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ഹൈറ്റ് ഡിഫറൻസ് എടുക്കാനും അവരെ ഹൈറ്റ് തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്ത് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫീഡ്ബാക്കുകൾ തരിക. എല്ലാവർക്കും നല്ല രീതിയിൽ മാർക്ക് കിട്ടി പാസ്സാകാൻ സാധിക്കട്ടെ. അതുപോലെ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നമ്മുടെ ഈ സെമസ്റ്ററിലെ എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞു. നമുക്കിനി എന്ത് ചെയ്യാം, നമ്മൾ വിചാരിച്ച പോലെ പ്ലാൻ നടക്കുകയാണെങ്കിൽ നമുക്ക് S4 ക്ലാസ്സുകൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.